ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ KFC ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ KFC ചിക്കനാണ്. ഇതിലേക്ക് 2 കിലോ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. 8 പീസായിട്ട് ഒരു ചിക്കൻ കട്ട് ചെയ്തതാണ്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, തൈര് 1 ടേബിൾ സ്പൂൺ, പാല് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞത് 1 നാരങ്ങയുടെ. വിനാഗിരി ചേർക്കണമെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരി, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വിനാഗിരി ആയാലും ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ചിക്കൻ ഒന്നില്ലെങ്കിൽ വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഫോർക്കിട്ട് ഹോളാക്കിയാലും മതി. ചിക്കൻ ഓരോന്നോരോന്ന് ഇതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ 1 ടീസ്പൂൺ ഇടുക. ഒറിഗാനോ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും സ്മെല്ലും ഉണ്ടാകും. അത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 4 മണിക്കൂർ പറ്റിയില്ലെങ്കിൽ ഒരു 1 ഹവറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മാറ്റുക. ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആയതിനു ശേഷം ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക.
ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടിയിൽ കുറച്ച് ഓട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ. അത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് മുക്കിയിട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് കുടഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം പൊടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പയിൽ വെച്ച് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ്, ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. തീ കൂട്ടിയിട്ടാണ്, ഹൈ ഫ്ലെയിമിലാണ് എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അടുത്ത ചിക്കൻ ഫ്രൈ ആക്കാം. ഇനി അടുത്ത പീസ് ഫ്രൈ ആക്കാനായിട്ടിടാം. ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത ചിക്കനും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി അത് നമുക്ക് കോരി മാറ്റാം. തന്നെ തയ്യാറാക്കിയ ടൊമാറ്റോ സോസും മയോനൈസും ആണ്. വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണം അത് ഇട്ടിട്ടില്ല. ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ KFC ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.